ഹായ് ഹലോ. അപ്പോൾ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ്. ഇത്രയും താമസിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അങ്ങ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പിന്നീട് ഓർത്തു അല്ലെങ്കിൽ വേണ്ട, ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. കാര്യം ഞാൻ അന്ന് ഒത്തിരി വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നൊരു 12-13 വർഷങ്ങൾക്ക് ശേഷം കണ്ടാണ് ഞാൻ പഠിച്ച സ്കൂളിലേക്കും ക്ലാസ്സിലേക്കും ഒക്കെ ഞാനൊന്ന് പോയി. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അതും എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരി രേഷ്മയായിട്ട്. അപ്പോൾ ചിന്നുവിൻ്റെ മക്കളെ ഈ വർഷം മുതൽ ഈ സ്കൂളിലാക്കി. അപ്പോൾ എനിക്ക് അവൾ കൂട്ടുണ്ടായിരുന്നു അന്ന്. ഇവിടെ മക്കൾക്ക് ജൂൺ 1-നായിരുന്നു പ്രവേശനോത്സവം. എനിക്കൊന്ന് മിക്കയിടത്തും ജൂൺ 1-ന് ഓപ്പൺ ആയി കാണും. അങ്ങനെ ഞങ്ങളൊരു 9:30 ആയപ്പോഴേ സ്കൂളിലെത്തി. ഇത്തവണ പുതിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ കോഴിയൊക്കെ കണ്ടു. ആ കോഴിയൊക്കെ കണ്ട് പിള്ളേർ ആദ്യം എന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ ആദ്യം ഒരു പേടിയൊക്കെ ആയിരുന്നു. പിന്നെ അതങ്ങ് മാറി. പിന്നെ ആ കോഴി അവിടെ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല പിള്ളേരാരും. എല്ലാം അതിന്റെ പുറകെയായിരുന്നു. എൻ്റെ മക്കളും ആദ്യം അത് കണ്ട് മോക്ക് പേടിയായിരുന്നു. മോനങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെ അവനൊരു മടിയാണ്, ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ മോളടുത്തും പറഞ്ഞ് സമാധാനിപ്പിച്ചത് വിഷയമില്ല, അതിനകത്തൊരാളാണ് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. രണ്ടുപേരുടെയും ഫോട്ടോസും വീഡിയോസും എടുത്തു. പിന്നെ ചിന്നുവിൻ്റെ മക്കളെയും നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ അവരൊക്കെ ആയി. പിന്നെ ആ മോളെ ടീച്ചറെ വിളിച്ച് ടീച്ചറെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് പോയി വിളിച്ചുകൊണ്ട് വന്നതാ. മോളുടെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചറാണ് കേട്ടോ രാജലക്ഷ്മി. രാജലക്ഷ്മി ടീച്ചറും ചെമ്പശ്ശേരി തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ആ ടീച്ചറുമായിട്ട് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ പ്രവേശനോത്സവമായിട്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, പുതിയതായിട്ട് വന്ന കുഞ്ഞുങ്ങളെല്ലാം സ്വീകരിക്കാനുള്ള പരിപാടികൾ നടക്കുകയാണ്. അപ്പം ഞാനും ചിന്നുവും കൂടെ കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അപ്പുറം വരെ പോവാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പഠിച്ച ക്ലാസ്സിലൊക്കെ ഒന്ന് പോവാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തവണ കുഞ്ഞുങ്ങളെ വെൽക്കം ചെയ്യാൻ മുത്തുക്കുടയും ചെണ്ടമേളവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മക്കളെ ആദ്യം സ്കൂളിൽ കൊണ്ടാക്കിയ ദിവസവും ഞാൻ ആദ്യമായിട്ട് പോയതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നുവെച്ചാൽ പല പല കാര്യങ്ങളായിരുന്നു. എൻ്റെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും പലതരം ചിന്തകളും ഓർമ്മകളും ഒക്കെ ആയിട്ട് ഒരു മിക്സ് ആയിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ കുഞ്ഞുങ്ങളെ കാര്യം, നമ്മുടെ മക്കളെ ആദ്യമായിട്ട് കൊണ്ടാക്കുമ്പോൾ നമ്മളും കരയും അവരും കരയും. അപ്പൊ ഇതുപോലെ എൻ്റെ മക്കളൊന്നും, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ ഒന്നും എന്തായാലും പ്രവേശനോത്സവത്തിന് പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ഞാനും ചിന്നു നേരെ ഞങ്ങളുടെ ക്ലാസ് റൂമൊക്കെ ഒന്ന് കാണാമെന്നും പറഞ്ഞു പോയി. ഇത് UP സെക്ഷനാണ്. അപ്പുറത്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ അപ്പുറത്താണ്. അപ്പോൾ ഞങ്ങൾ ഇതിലെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ സ്റ്റെയർ കണ്ടോ. അപ്പോൾ ഈ സ്റ്റെയർ പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ലാബായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പോയി. ഇപ്പം അത് അവിടെ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങൾ കയറി നോക്കിയതുമില്ല. ഈ ഗ്രൗണ്ടിലൊക്കെ ഒത്തിരി ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും ഓരോന്നൊക്കെ ഈ കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു ഞങ്ങളെ +1 ക്ലാസ്. ചിന്നു സയൻസും ഞാൻ കൊമേഴ്സും ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 10ൽ ഒരുമിച്ചാണ് പഠിച്ചത്. +1 +2 വേറെ വേറെ ക്ലാസ്സിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഓർമ്മകൾ ഇത് ഈ ഭാഗത്താണ് ഞങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സൊക്കെ പഠിച്ചത് ഈ സൈഡിലുള്ള ക്ലാസ്സിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അവൾക്കും എനിക്കുള്ള ഒരുപാട് ഓർമ്മകൾ പറയായിരുന്നു. ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളി പോയതാ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഫുള്ള് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞങ്ങളെ പഠിപ്പിച്ച ക്ലാസ് റൂമും ടീച്ചർമാരെയും എൻ്റെ ക്ലാസ് ടീച്ചറെയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സങ്കടമായിപ്പോയി എനിക്കും. കാര്യം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നൊരു ലൈഫ് ആയിരിക്കില്ല അല്ലേ. ജീവിതം എന്ന് പറയുന്നത് എന്തുമാത്രം മാറിപ്പോയി എന്നൊക്കെ അന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങനെയൊക്കെ പഠിക്കും, ഇങ്ങനെ ആവും അങ്ങനെ ആവും. നമ്മളെ വിധി നമ്മളെ കൊണ്ടുവരുന്നത് വേറെ രീതിയിലായിരിക്കും. ഞാൻ തന്നെ പഠിക്കുന്ന സമയത്ത് എനിക്ക് MSW ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അന്നൊക്കെ ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഞാൻ ക്ലാസ് ലീഡർ ആയിരുന്നു. അപ്പം എൻ്റെ സാർ എന്നെ കണ്ടപ്പോൾ അത് ചോദിച്ചു, ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പം എന്ത് ചെയ്യാൻ, കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് വാടി. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമായിപ്പോയി. കാര്യം നമ്മളെ പഠിപ്പിച്ച സാറിന് അറിയാലോ, നമ്മളെ പഠിപ്പിക്കുന്ന സാർമാരും ടീച്ചർമാരൊക്കെ വിചാരിക്കും നമ്മളെപ്പോലെ തന്നെ വിചാരിക്കും ഭാവിയിൽ ഇവർ ഇന്നിടത്ത് എത്തും എന്നൊക്കെ. നമ്മളെവിടെ എത്തിയില്ല എന്നുള്ളത് വിധിയാണ്. ഓരോരുത്തരുടെയും ജീവിത രീതി സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഇതെല്ലാം അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം ഓർമ്മകൾ. അതെല്ലാം കൂട്ടുകാരെയൊക്കെ ഒത്തിരി മിസ് ചെയ്തു. ഒരുപാട് നല്ല ഓർമ്മകൾ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കരഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ഫുള്ള് കംപ്ലീറ്റ് പോയി. ഞാൻ വീഡിയോ എടുക്കുന്നത് നിർത്തി. പിന്നെ അവിടുന്ന് തിരിച്ച് ഇവിടെ വന്ന് മോളെ 2ാം ക്ലാസ്സിലേക്ക്, മോനെ 3ലോട്ടും ഒക്കെ കൊണ്ടുപോയി ഇരുത്തി. ഉച്ചയ്ക്ക് അവിടെ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ എൻ്റെ മോളാണ് ഈ വീഡിയോ എടുക്കുന്നത്.
ഞാൻ അതിനുശേഷം പിന്നെ കംപ്ലീറ്റ് കിളിപോയ അവസ്ഥയിലിരിക്കുകയായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല കുറെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മനസ്സും വയറും ഒക്കെ നിറഞ്ഞു. പക്ഷെ ഒത്തിരി സങ്കടം, ഒരു 2-3 ദിവസത്തേന് എനിക്ക് അതിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു മനസ്സിന്. എന്നാലും ഹാപ്പിയാണ്. എല്ലാരെയും മിസ്